അധ്യാത്മരാമായണം ലളിതാർത്ഥ ചിന്ത ഭാഗം 29. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. കിട്ടാൻ പ്രയാസമുള്ള എന്റെ ദർശനം മോക്ഷത്തിനുള്ള ഏക മാർഗമാണ്. ദർശനം ലഭിച്ചു കഴിഞ്ഞാൽ ജനന മരണമാകുന്ന സംസാരത്തിൽ നിന്നുണ്ടാകുന്ന ദുഃഖം ഉണ്ടാവുകയില്ല. എന്റെ ഈ രൂപം നിത്യവും ധ്യാനിച്ചു കൊള്ളുക. എങ്കിൽ മോക്ഷം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നാം തമ്മിൽ നടന്ന ഈ സംഭാഷണം പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവന് മരണസമയത്ത് എന്നെ സ്മരിക്കാൻ ഇടവരും. മരണാനന്തരം എന്നോട് സാരൂപ്യം പ്രാപിക്കാനും കഴിയും. മഹാവിഷ്ണു ഇങ്ങനെ പറഞ്ഞിട്ട് ശിശുരൂപം ധരിച്ച് കാലും കൈയും കുടഞ്ഞ് കരയാൻ തുടങ്ങി. ഇന്ദ്രനീലം പോലെ ശോഭയുള്ള സുന്ദരനും പങ്കജലോചനും പരമാനന്ദ സ്വരൂപനും ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയ ദേവസമൂഹത്താൽ വന്ദിക്കപ്പെടുന്നവനും ആയ മുകുന്ദൻ അല്ലെങ്കിൽ വിഷ്ണു അങ്ങനെ ഭൂമിയിൽ അവതരിച്ചു. തനിക്ക് പുത്രരുണ്ടായി എന്ന വാർത്ത ദശരഥനെ ആനന്ദപരവശനാക്കി. പുത്രന്റെ ജനന വിവരമറിയിച്ച ഭൃത്യന്മാർക്കെല്ലാം വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങി പലതും ദാനം ചെയ്തു. ദുർലഭം ദർശനം മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചു കൊള്ളുന്നാൽ വന്നിടും മോക്ഷം ഇല്ല സംശയമേതും. ഏതൊരു മർത്യനിക നമ്മിലെ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കുമവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസീ മരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാം. ഇത്തരം അരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നോ. ഇന്ദ്രനീലാഭപുണ്ട സുന്ദരരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദബന്ധിതൻ ഭുവി വന്നവതാരം ചെയ്താൻ. നന്ദനുണ്ടായതെന്നാശു കേട്ടോരു പന്തിസന്ധനനഥ പരമാനന്ദാകുലനായാൽ. പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യഖില അർത്ഥദാനങ്ങൾ ചെയ്താൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ.